അരിപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവപുരാണ മഹായജ്ഞം ഞായറാഴ്ച സമാപിക്കും. യജ്ഞത്തിന്റെ 8ാം ദിവസമായ ശനിയാഴ്ച രാവിലെ ശിവപഞ്ചാക്ഷരി മഹാത്മ്യ പാരായണവും മഹാമൃത്യുഞ്ജയ ഹോമവും നടന്നു. യജ്ഞാചാര്യൻ ജഗന്നാഥ ശർമ്മ പ്രഭാഷണം നടത്തി. പൊതുവിൽ എല്ലാവരും ധരിക്കാൻ പ്രേരിപ്പിക്കുന്നതും 5 മുകളിലും രുദ്രാക്ഷമാണ്. മുഖം എന്നത് രുദ്രാക്ഷത്തിന്റെ ആ ചെറിയ ഒരു ഭാഗം പോലെ അടർന്നടർന്ന് 5 ഭാഗമായി ഇരിക്കുന്നുണ്ടാകും. അതിനെയാണ് മുഖം എന്ന് പറയുക. അങ്ങനെ 5 മുഖമുള്ള രുദ്രാക്ഷം എത്ര ധരിക്കണം എന്നാ പറഞ്ഞത്? 108 അതിന്റെ ഭാഗങ്ങളോ ധരിക്കാം. അങ്ങനെയാകുമ്പോൾ പകുതി 54 ധരിക്കാം, താഴേക്ക് ധരിക്കാം. അപ്പൊ 108 മാല വേണമെങ്കിൽ നന്നായി ധരിക്കാം, 54 ധരിക്കാം. അത് കൈയുടെ കണ്ടത്തില് 2 ധരിക്കാം, മുകളിൽ ധരിക്കാം, കണ്ടത്തിൽ ചേർത്ത് ധരിക്കാം, തലയിൽ ധരിക്കാം, മുകൾ മൂർധാവിൽ ധരിക്കാം. ഇങ്ങനെ ശുദ്ധമായ സന്ദർഭങ്ങളിൽ 5 മുഖമുള്ള രുദ്രാക്ഷം മഹാദേവനെ സങ്കല്പിച്ച് നമശിവ ജപിച്ചുകൊണ്ട് ഹൃദയത്തിലോ ശരീരത്തിന്റെ ഭാഗങ്ങളിലോ ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. എന്തിനു വേണ്ടി? ഭഗവാന്റെ അനുഗ്രഹത്തിന്. അതുകൊണ്ട് വൈകിട്ട് മഹാശിവാഗ്നി ജലനവും പഞ്ചാക്ഷരി ജപസമർപ്പണവും ഭക്തനിർഭരമായി. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 9-ന് ഭസ്മാഭിഷേകം നടക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് ആഫൃത സ്നാനം നടക്കും. വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ശിവലിംഗ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയും നടക്കും.